ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. അവർക്ക് വളരെ വളരെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ 4 മണി പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു തവിയിലാണ് എല്ലാം അളന്നെടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ്സിൽ വേണമെങ്കിലും അളന്നെടുക്കാം. ഞാൻ ഒരു തവി പഞ്ചസാര കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്കയും കൂടി ചേർത്തിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ അളക്കുന്നത് തവിയല്ല, ഗ്ലാസ് ആയാലും മതി. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ അല്പം കുറക്കാം, വേണമെങ്കിൽ അല്പം കൂട്ടാം. ഇനി അതിലേക്ക് 3 തവി മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവി പഞ്ചസാരയ്ക്ക് 3 തവി മൈദ. പിന്നെ ഒരു തവി നല്ല കട്ട തൈര്, അധികം പുളിക്കാത്ത തൈരാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടി, അപ്പക്കാരമല്ലോ അല്ലേ, അതിന് പകരം 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്താലും മതിയേ. ഇതെല്ലാം കൂടെ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കൂടുതൽ സമയത്ത് ഇളക്കി യോജിപ്പിക്കേണ്ട, എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ അങ്ങനെ നിർത്തിയാൽ മതി. കൂടുതൽ സമയം ഇത് ഇളക്കും തോറും മൈദയിൽ ഗ്ലൂട്ടൻ ഫോം ചെയ്യും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല മയം കിട്ടത്തില്ല ഈ പലഹാരത്തിന്. അപ്പം നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ ഒരുപാട് സമയത്ത് ഇളക്കണ്ട, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്തത് എന്താണെന്ന് അറിയുമോ, 1 ടേബിൾ സ്പൂൺ നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ ചേർത്തു. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇതിന്. പിന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പുറം ഭാഗം ഒന്ന് ചെറുതായിട്ട് കരുകരുപ്പായിട്ട് മൊരിഞ്ഞിരിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചേർക്കുന്ന പഞ്ചസാരയുടെയും തൈരിൻ്റെയൊക്കെ അളവനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം വരും. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇങ്ങനെ പൊന്തി കഴിഞ്ഞിട്ട് നമ്മൾ കോരി എടുക്കുമ്പം ഇങ്ങനെ ഒഴിക്കുമ്പം മുറിഞ്ഞ് വീഴണം. ഇങ്ങനെ നല്ല ഫ്ലോയിൽ വീഴരുത്. ആ രീതിയിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ഇത് നന്നായിട്ട് ലൂസായി പോയാൽ എണ്ണ കുടിക്കും. ഇത് നോക്കിക്കേ, കണ്ടോ, ഇങ്ങനെ മുറിഞ്ഞ് വീഴണം, അത്രയേ ഉള്ളൂ. എന്നാൽ നല്ല ടൈറ്റായി പോയാൽ അത്ര സോഫ്റ്റ് ആവുകയും ചെയ്യില്ല. നമ്മൾ ഈ ബോണ്ട പോലെ ആയിപ്പോവും. ഇത് പിന്നെ ഒന്നുകൂടെ ബോണ്ട പോലെയൊന്നുമല്ല, നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കിത് കോരി ഒഴിക്കാനാണെങ്കിൽ ഇത് തവിയിൽ കോരിയൊക്കെ നമ്മൾ എണ്ണയിലോട്ട് കോരി ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിന് ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ നുള്ളി കോരി ഒഴിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് ഒരു വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ നാക്കിയിട്ടാലും മതി. ഒരുവിധം ബോൾ പോലെ ഷേപ്പിൽ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഒരു തവിയിൽ ചെറിയ തവി എണ്ണയിലിട്ടിട്ട് ആ തവിയിലോട്ട് കോരി ഒഴിച്ചിട്ട് എടുത്താലും മതി. പക്ഷേ കുറേശ്ശെ വേണം, വലിപ്പം കൂടി പോകരുത്. വലിപ്പം കൂടിപ്പോയാലേ ഇതിൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഒരല്പം കോരി ഒഴിച്ച് നോക്കുമ്പോൾ അറിയാം നമുക്ക് എണ്ണയുടെ ചൂടൊക്കെ എത്രയുണ്ടെന്ന്. ഞാനിപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്ത് എണ്ണയുടെ ചൂട് നല്ല കറക്റ്റായി, എണ്ണ ചൂടായി എന്ന് മനസ്സിലാക്കിയപ്പം പിന്നെ നമ്മൾ അടുത്തത് കോരി ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചൂടെണ്ണ ഒന്ന് കോരി ഒഴിക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവില്ല. അതുപോലെ ഇത് നമ്മൾ കോരി ഒഴിക്കുന്ന മാവിൻ്റെ 3 ഇരട്ടിയായിട്ട് വരും. കാരണം ഞാൻ കൈ കൊണ്ട് കോരി ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ മാവ് കയ്യിൽ കൈ ഒന്ന് നനയ്ക്കണം. എന്നിട്ട് കുറേശ്ശെ മാവ് കോരി ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഒഴിച്ചെടുക്കുക. അതുകൊണ്ടോ വീർത്ത് വരുന്നുണ്ടോ, ഇതുപോലെ 3 ഇരട്ടി വലുപ്പത്തിൽ വീർത്ത് വരും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതുപോലെ ചൂടെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ഒരുവിധം ചുമപ്പാകുന്നതുവരെ, നല്ലപോലെ ചുമപ്പായി പോകരുത്. നല്ലപോലെ ചുമന്ന് പോയാൽ അതിന് കയ്പ്പ് രസം വരും, പഞ്ചസാരയല്ലേ. അപ്പോൾ അധികം മൊരിച്ച് ഇത് കളയണ്ട. ഈ ഒരു കളറൊക്കെ ആയിരുമ്പോൾ ഇനി നമുക്കിത് കോരിയെടുക്കാം. അതുകൊണ്ട് ഇതൊരെണ്ണം ആയിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മാവ് കോരി ഒഴിക്കുക. അധികം വലിപ്പം കൂടരുത്. അതിനുശേഷം പതുക്കെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇത് ചുവക്കെ കോരിയെടുക്കുക. മാവെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് എന്നുള്ളത് ഒരു 15-20 മിനിറ്റ് വരെ വയ്ക്കുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷേ കൂടുതൽ സമയം വയ്ക്കുമ്പം ഈ മാവ് മൊത്തം പുളിച്ച് പോവും, തൈര് ഒഴിച്ചതുകൊണ്ട്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം. അതുപോലെ തീർത്ത് പുളി കുറഞ്ഞ തൈര് വേണം ഉപയോഗിക്കാൻ. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഒരു 1.5 തവി വരെ ഉപയോഗിക്കാം. ഒരു 15 മിനിറ്റ് വരെ വയ്ക്കുമ്പോഴാണ് ഇത് കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.